Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com തേർഡ് സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പേപ്പറാണ് റിസർച്ച് മെത്തഡോളജി. ഈ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ദെൻ നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ അതിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന SI ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സബ്ജക്റ്റ് അത്യാവശ്യം ലെങ്തി ആണ്. ദെൻ റിസർച്ച് മെത്തഡോളജിയിൽ 30% പ്രോബ്ലം 70% തിയറിയാണ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ SIയിൽ ഒരു പ്രോബ്ലം 3 തിയറിയാണ് സാധാരണ കണ്ടുവരാറ്. അതുപോലെ തന്നെ നമുക്ക് ഇപ്രാവശ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം M.Com-ന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യണു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡിടും ആക്സസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ തേർഡ് കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ 4th സെമസ്റ്ററിൻ്റെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, ക്ലാസ്സസ് ആക്സസ് ചെയ്യുക. 4th സെമസ്റ്ററിന് വളരെ കുറച്ച് ദിവസങ്ങളെ ഉണ്ടാവുള്ളൂ. സോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ എടുക്കുക കേട്ടോ. സോ നമുക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസിലോട്ട് പോകാം. സോ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം ഇതാണെന്നാ പിടിച്ചോ. എക്സ്പ്ലെയിൻ ദ റിസർച്ച് പ്രോസസ്. എന്തായാലും നോക്കിയിരിക്കണം കേട്ടോ. റിപ്പീറ്റ് ആയിട്ട് നമ്മൾ കണ്ടുവന്നുള്ള ഒരു ചോദ്യമാണ്. റിസർച്ച് പ്രോസസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ് സെൻസസ് സർവേ എന്താണ്, അതുപോലെ തന്നെ സാമ്പിളിംഗ് എന്താണ്, മാറി മാറി വരാറുള്ളതാണ്. എന്തായാലും നോക്കിയിരിക്കണം കേട്ടോ. വാട്ട് ഈസ് സെൻസസ്? വളരെ ഈസിയാണത്. സെൻസസ് സർവേ, അതുപോലെ തന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് എന്തായാലും നോക്കിയിരിക്കണം. ഇതൊരു പ്രോബ്ലം അല്ലെ, ഇതൊരു ചോദ്യം. അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ സെൻസസ് ആൻഡ് സാമ്പിളിംഗ് മെത്തേഡ്സ് ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ സെൻസസ് ആൻഡ് സാമ്പിളിംഗ് മെത്തേഡ്സ് ഇതും വരാറുണ്ട്. ദെൻ അതല്ലാണ്ട് സെപ്പറേറ്റ് സാമ്പിളിംഗ് എടുത്ത് ചോദിക്കാറുണ്ട്. എന്താണ്? എക്സ്പ്ലെയിൻ സാമ്പിളിംഗ്, ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് നിർബന്ധമായും നോക്കിയിരിക്കണം. ദെൻ അതിൻ്റെ കൂടെ തന്നെ വരാറുള്ളതാണ് ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ റാൻഡം സാമ്പിളിംഗ് ആൻഡ് നോൺ റാൻഡം സാമ്പിളിംഗ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്തിട്ട്. അപ്പോൾ സെൻസസ്, സാമ്പിളിംഗ് ഇതൊക്കെ പലപ്പോഴും കണ്ടുവരാറുള്ളതാണ്. ഇനി മറ്റൊരു ചോദ്യം, മെൻഷൻ the types of questions used in questionnaire. SI ചോദിച്ചിട്ടുള്ളതാണ്, നോക്കിയിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ഡിഫറൻഷിയേറ്റ് between descriptive statistics and inferential statistics. എന്തായാലും നോക്കിയിരിക്കണം കേട്ടോ. ചോദിക്കാറുണ്ട് ഈ രണ്ടെണ്ണത്തിൻ്റെയും ഡിഫറൻസ്. ഇനി പ്രോബ്ലംസ് വരാറുണ്ട്. പ്രോബ്ലംസ് കണ്ടുവരാറ് ഇൻഫറൻഷ്യൽ നിന്നോ അതല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിക്സിൽ നിന്നുള്ളൊരു പ്രോബ്ലമാണ് വരാറ്. സോ അനോവ വരാറുള്ളതാണ്, നോക്കണം. അതുപോലെ തന്നെ കോറിലേഷൻ്റെ പ്രോബ്ലം വരാറുണ്ട് SAക്ക്.
പിന്നെ നമുക്ക് മീൻ മീഡിയം മോഡൊക്കെ ഉണ്ട്, പക്ഷെ അതിനേക്കാൾ കൂടുതൽ കോറിലേഷൻ, റിഗ്രഷൻ, അനോവയൊക്കെയാണ്, ടി ടെസ്റ്റുകളൊക്കെ ഉണ്ട്. കൂടുതൽ വരുന്നത് ഇതൊക്കെയാണ് കേട്ടോ. പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രോബ്ലം സ്കിപ്പ് ചെയ്ത പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത്. 3 തിയറിയാണ്. സോ അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്തുകൊണ്ട് ഇഷ്യൂ ഒന്നും വരാറില്ല. ഓക്കെ, സോ ഇതൊക്കെ പ്രോബ്ലംസ് ആണ് കേട്ടോ. നിർബന്ധമായും നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിൽ നോക്കാം. ഓക്കെ, സമയം ഉണ്ടെങ്കിൽ. അതല്ലെങ്കിൽ തിയറിയിലോട്ട് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കണ്ടുവരാറുള്ളതാണ്. വാട്ട് ഈസ് ഹൈപ്പോത്തിസിസ്? വാട്ട് ഈസ് ഹൈപ്പോത്തിസിസ് ആൻഡ് എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് various ടൈപ്സ് ഓഫ് ഹൈപ്പോത്തിസിസ്. നോക്കിയിരിക്കണം, റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അതുപോലെ തന്നെ അവസാനത്തെ ചാപ്റ്ററിൽ നിന്ന് പലപ്പോഴും ഡിഗ്രിക്കൊക്കെ ഏറ്റവും കൂടുതൽ വരാറുള്ള ഒരു ചോദ്യമാണ്, വാട്ട് ആർ ദി കണ്ടൻസ് ഓഫ് റിസർച്ച് റിപ്പോർട്ട്? റിസർച്ച് റിപ്പോർട്ടിനെ പറ്റിയിട്ട് പലപ്പോഴും ചോദിക്കാറുണ്ട്. ടൈപ്സ് ഓഫ് റിസർച്ച് റിപ്പോർട്ട് മറ്റൊരു ചോദ്യമാണ് കേട്ടോ. റിസർച്ച് റിപ്പോർട്ടിൻ്റെ കണ്ടൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും നോക്കിയിരിക്കണം കേട്ടോ. ഇനി നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, എക്സ്പ്ലെയിൻ various ടൈപ്സ് ഓഫ് റിസർച്ച്. ഈ ഒരു ചോദ്യം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ നമുക്ക് 2 വെയിറ്റേജിൻ്റെയും പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും നോക്കിയിരിക്കണം. ദെൻ വളരെ ഈസി ആയിട്ടുള്ള മറ്റൊരു ചോദ്യം, എക്സ്പ്ലെയിൻ സോഴ്സസ് ഓഫ് ഡാറ്റ. അതിൽ പ്രൈമറി ആൻഡ് സെക്കൻഡറി അതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈമറി ഡാറ്റയിൽ വരുന്ന കാര്യങ്ങൾ നോക്കുക. ഓക്കെ, ചോദിക്കാറുണ്ട്, വളരെ ഈസി ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ദെൻ നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യമാണ് മെഷർമെൻറ്റ് ഓഫ് സ്കെയിൽ. അത് ചിലപ്പോൾ 5 വെയിറ്റേജിനും വരാം, അതുപോലെ തന്നെ 3 വെയിറ്റേജിനും വരാം. മെഷർമെൻറ്റ് ഓഫ് സ്കെയിൽ, നോമിനൽ, ഓർഡിനൽ, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അതിൻ്റെ ക്ലാസിഫിക്കേഷനും മറ്റു കാര്യങ്ങളൊക്കെ നിർബന്ധമായി നോക്കിയിരിക്കണം. ഇനി പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, എക്സ്പ്ലെയിൻ റിലയബിലിറ്റി ആൻഡ് വാലിഡിറ്റി ഓഫ് റിസർച്ച്. ഇതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയുള്ളൊരു ചോദ്യം വരാറുള്ളതാണ്. സോ ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ. സോ മെജോറിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ സെൻസസ്, അതുപോലെ തന്നെ സെൻസസും സാമ്പിളിങ് നമ്മളെ ഡിഫറൻസ്, സാമ്പിളിങ്, സോഴ്സസ് ഓഫ് ഡാറ്റ, ദെൻ ഹൈപ്പോത്തിസിസ്, റിസർച്ചിൻ്റെ പ്രോസസ്സ്, ദെൻ ക്വസ്റ്റ്നെയറിൻ്റെ കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. പിന്നെ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിക്സും ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിക്സും നമ്മളുടെ ഡിഫറൻസ്, പ്രോബ്ലംസിൽ അനോവ, കോറിലേഷൻ ഏതെങ്കിലും ഒരെണ്ണം, ദെൻ ഹൈപ്പോത്തിസിസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, കണ്ടൻസ് ഓഫ് റിസർച്ച് റിപ്പോർട്ട്, അതിൻ്റെ ടൈപ്സ്, വാരിയസ് ടൈപ്സ് ഓഫ് റിസർച്ച്, സോഴ്സസ് ഓഫ് ഡാറ്റ, പ്രൈമറി, സെക്കൻഡറി, മെഷർമെൻറ്റ് ഓഫ് സ്കെയിൽ, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, റിലയബിലിറ്റി ആൻഡ് വാലിഡിറ്റിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ എസ്സേക്ക് ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ള വലിയൊരു സബ്ജക്റ്റാണ് റിസർച്ച് മെത്തഡോളജി. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവന്നിട്ടുള്ള എസ്സേയുടെ സജഷൻസ് ആണ് നമ്മൾ തന്നിട്ടുള്ളത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും 4 എണ്ണം കിട്ടും കേട്ടോ. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. എത്രയും പെട്ടെന്ന് തന്നെ പാർട്ട് എയും പാർട്ട് ബിയിലുള്ള വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.